ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വീണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇതുവരെയും നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാകില്ല. വെറും അര കപ്പ് അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ 200 ml കപ്പിൽ അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുട്ടുപൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ എടുത്ത മുഴുവൻ വെള്ളവും അങ്ങ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറച്ച് ഒഴിച്ച് ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മളെടുത്ത 1/4 കപ്പ് വെള്ളത്തിൽ നിന്ന് ഏകദേശം അര കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം നമ്മുടെ മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അര കപ്പ് അരിപ്പൊടിക്ക് അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ENO സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പലഹാരം നന്നായിട്ട് പൊങ്ങി വരാനും സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ENO സാൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. അരിപ്പൊടിയും റവയും ആയതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം കുറച്ചൊക്കെ അത് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി മാവ് കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് ഒരിക്കലും അധികം ലൂസാക്കാൻ പാടില്ല, അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊന്നും അധികം വെന്ത് കിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. കറക്റ്റ് ഈ ഒരു പരുവത്തിലിരിക്കണം മാവ്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി തട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, എന്നാലേ അത് പെട്ടെന്ന് വിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ടൈം തന്നെയാണ് ഇതും ആവി കയറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പലഹാരം നമ്മൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു കത്തി വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നാലേ ആ പലഹാരം ആ പാത്രത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടുകയുള്ളൂ. തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. ഇതാ കറക്റ്റ് നമുക്ക് പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തോ എന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി തട്ടിൽ ഇഡലിയുടെ ഷേപ്പിലും ഇതുണ്ടാക്കിയെടുക്കാം. ഇത് വെറുതെ കഴിക്കുന്നതിനേക്കാളും സാമ്പാർ കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്ക് അര കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് റവയും കൊണ്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ ഒന്നും ഇഡലിയുടെ വലുപ്പത്തിൽ 3 എണ്ണവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.